നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 557 557. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 557. ഇന്ന് ലീലാകാന്ഡത്തിൽ 49-ാം സർഗം ബ്രഹ്മസ്തുതിയാണ് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 48-ാം സർഗം ബ്രഹ്മമോഹനം എന്നതിൽ 48-ാമത്തെ ശ്ലോകം, വലിയൊരു ശ്ലോകമായിരുന്നു അത്. ഒന്നുകൂടി പറയാം. എന്താ? ഉൾത്താപത്തോട് ഇറങ്ങി വേഗം അരയന്നത്തിങ്കൽ നിന്ന് അത്രമേലാർത്താനുഗ്രഹശീലമോർത്തരുകയാൽ അത്തവിൽ മാപ്പേകുവാൻ മർത്യാകാരമയൊന്നൊരാവ്രജമണിക്കുഞ്ഞിൻ്റെ കൊച്ചോമനക്കാൽത്താരിൽ കമലോദ്ഭവൻ കനകദണ്ഡം പോലെ വീണ് പറഞ്ഞു എന്നർത്ഥം. കനകദണ്ഡം എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. സാധാരണ മലയാളത്തിലെ വെട്ടിയിട്ട വാഴ പോലെ എന്നൊക്കെ പറയും. ഭഗവാന്റെ കാര്യമല്ലേ. കനകദണ്ഡെന്ന് പറഞ്ഞു. ഇനി ബ്രഹ്മാവ് എങ്ങനെ സ്തുതിക്കണത്? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തുതിച്ചാൽ നന്നായിരിക്കും. 49-ാം സർഗം 1-ാം ശ്ലോകം. നമിപ്പൂ ഞാൻ നന്ദകുമാരാ. വിഷ്ണു എന്നല്ല പറഞ്ഞത്, നന്ദകുമാരാ. നിൻ പൂമണിക്കണൽ ചോട്ടിൽ അനന്തമൂർത്തെ അറിഞ്ഞിടാതിങ്ങനെ വന്നു പോയോരബദ്ധം അമ്പാർന്നു പൊറുത്തിടേണം. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ആർക്കെങ്കിലും പാര വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് തരാൻ അഭ്യർത്ഥിക്കണം. ഇല്ലാത്തോടത്തോളം കാലം അതവിടെ ബാക്കിയായിട്ട് കിടക്കും. നമ്മൾ അനുഭവിക്കാണ്ട് പോവില്ല. നമിപ്പൂ ഞാൻ നന്ദകുമാര നിൻ പൂമണിക്കടൽ ചോട്ടിൽ അനന്തമൂർത്തെ അറിഞ്ഞിടാതിങ്ങനെ വന്നു പോയോരബദ്ധം അമ്പാർന്നു പൊറുത്തിടേണം. ഓക്കെ, അടുത്തത്. പുരാരിതൻ നെറ്റുകൾ വെച്ചുരച്ചു തേയും ജലംപാർന്ന പദാരവിന്ദം. ശ്രദ്ധിക്കണം അവിടെ. പുരാരിതൻ, പുരാരി ശിവൻ. നെറ്റുകൾ വെച്ചുരച്ചു തേയും ചിലമ്പാർന്ന പാതാരവിന്ദം എന്ന് പറഞ്ഞാൽ പരമശിവൻ സദാസമയത്തും മഹാവിഷ്ണുവിനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും വ്യത്യാസമില്ല. അങ്ങനെയുള്ള പാതാരവിന്ദം കണ്ണീരിൽ മുങ്ങിച്ചു കരങ്ങൾ കൊണ്ട് മൂർധാവുമേൽ 3 തൊട്ടു വെച്ചും. മൈ ഗുഡ്നസ്. കണ്ണീരിൽ കുതിർന്ന കൈകളെ കൊണ്ട് ഭഗവാന്റെ പാതാരബന്ധങ്ങളെ 1 2 3 തൊട്ട് തലയിൽ വെച്ചു. ആരെ? ബ്രഹ്മാവ്. കണ്ണീരിൽ മുങ്ങിച്ചു കരങ്ങൾ കൊണ്ട് മൂർധാവുമേൽ 3 തൊട്ടു വെച്ചും. ചതുർമുഖൻ മെല്ലയണീറ്റു നിന്നു കുനിഞ്ഞു തൃക്കാൽക്കൽ അലിഞ്ഞ വണ്ണം കൈകൂപ്പിയും ഗദ്ഗദകണ്ഠനായും ഉണർത്തി രോമാഞ്ചിതഗാത്രനായും. ഇനി എന്തൊക്കെ വിശേഷണങ്ങൾ അവിടെ കൊടുക്കാൻ ബാക്കി എനിക്കറിയില്ല. ചതുർമുഖൻ, അതായത് ബ്രഹ്മാവ്, മെല്ലെ എണീറ്റ് നിന്ന് കുനിഞ്ഞ് തൃക്കാൽക്കൽ അലിഞ്ഞ് ഈ വണ്ണം കൈകൂപ്പിയും ഗൽഗദകണ്ഠനായും ഉണർത്തി രോമാഞ്ചിതഗാത്രനായും. കാർമേനി പീലിക്കുഴൽ കുന്നിമാല കിലുങ്ങിടും കിങ്ങിണി പൊൻചിലങ്ക ശ്രീവത്സം അമ്പിൽ മറുപോലെ. ഈ ശ്രീവത്സം എന്നുള്ളത് ഒരു മറുവാണ്. അത് ഭൃഗുമഹർഷി വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശ്രീവത്സം അമ്പിൽ മറുപോലെ സ്നേഹം കൊണ്ട് കോലുമ്മിയെന്നു മന്ദസ്മിതാർന്ന് ഈ വണ്ണം ആ ഭഗവാനെ ഈ രൂപത്തിൽ കാർമേനി, നല്ല കാർമേകശ്യാമളൻ,
പീലിക്കുഴൽ കുന്നിമാല കിലുങ്ങിടും കിങ്ങിണി പൊൻചിലങ്ക ശ്രീവത്സമമ്പിൽ മറുപോലെ പോലും എന്നു മന്ദസ്മിതമാർന്ന ഈ വണ്ണം പീതാംബരപ്പട്ടുടയാട ചാർത്തി മാല്യം മണിപ്പൂങ്കുഴൽ കൊമ്പുമേന്തി കുഴച്ച തൈർ ചോറുമെടുത്തു മിന്നും കുമാര നീയേ ഭുവനൈക വന്ദ്യൻ. ഇതിങ്ങനെ ചെല്ലുക നമസ്കരിക്കുക, ഇതിങ്ങനെ ചെല്ലുക നമസ്കരിക്കുക. വേണമെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യൂ, വായിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക, കേൾക്കുക നമസ്കരിക്കുക, കേൾക്കുക നമസ്കരിക്കുക. കാണാൻ പാഠം പഠിച്ചാൽ വളരെ നന്നായി. എന്നെപ്പോലെ ആവരുത്, കാണാൻ പാടൊക്കെ പഠിക്കണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പീതാംബരപ്പട്ടുടയാട ചാർത്തി മാല്യം മണി പൂങ്കുഴൽ കൊമ്പുമേന്തി കുഴച്ച തൈർ ചോറുമെടുത്തു മിന്നും കുമാര നീയേ ഭുവനൈക വന്ദ്യൻ. അപ്പോൾ ഇവിടെ ഈ മിന്നുന്നുള്ളത് ഞാൻ വിട്ടുപോയതാ. അപ്പോൾ ഇവിടെ എന്താ ആയിരിക്കണം എന്ന് വിചാരിച്ചാൽ 137 കഴിഞ്ഞാൽ 138 മിന്നലാണ് ലീലാകാണ്ഡത്തിൽ. അത് കഴിഞ്ഞ് 6-ാമത്തെ ശ്ലോകം മഹത്വം ഒട്ടാകയൊതുക്കി അമ്പാർന്ന് അണഞ്ഞു ലോകത്തെ അനുഗ്രഹിപ്പാൻ. എന്തിനാ ഭഗവാൻ അവതാരം ചെയ്യണത്? സജ്ജനങ്ങളെ അനുഗ്രഹിക്കുക. മഹത്വം ഒട്ടാകയൊതുക്കി അമ്പാർന്നണഞ്ഞു ലോകത്തെ അനുഗ്രഹിപ്പാൻ കനിഞ്ഞ ഈ വണ്ണം കളിയാടിടും നിൻ കടൽ പൊടിക്കായി അടിയൻ തൊഴുന്നേൻ. അങ്ങയുടെ പാതാരവിന്ദത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള മൺധൂളികൾ എൻ്റെ നെറ്റിയിലും എൻ്റെ ഉച്ചിയിലും ഇടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. മഹത്വമൊട്ടാകയൊതുക്കി അമ്പാർന്നണഞ്ഞു ലോകത്തെ അനുഗ്രഹിപ്പാൻ കനിഞ്ഞ ഈ വണ്ണം കളിയാടിടും നിൻ കടൽ പൊടിക്കായി അടിയൻ തൊഴുന്നേൻ. വിശുദ്ധ ഭക്തിക്ക് അവലംബമാ. വിശുദ്ധ ഭക്തി ഇല്ലാണ്ട് ഭഗവാന്റെ പാതാരമത്വത്തിലുള്ള പാദധൂളികൾ കിട്ടൂല. വിശുദ്ധ ഇവിടെ ഒരു കാര്യം പറയാണ്ട് പോയാൽ ശരിയാവില്ല. ഞാൻ 2012 നാട്ടിൽ സെറ്റിലായി. അപ്പോൾ ഈ ഒറ്റപ്പാലം അടുത്ത് നിർമ്മലാനന്ദഗിരി മഹാരാജ് പണ്ട് വലിയൊരു ശ്രേഷ്ഠ സന്യാസി വര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ബോംബെയാണ്. അതൊന്നും ആർക്കും അറിഞ്ഞിരുന്നില്ല, പിന്നെയാണ് പറയണത്. അപ്പോൾ കുറച്ച് കാലം ബോംബെയിൽ ഗൾഫിലൊക്കെ ജോലി ചെയ്ത് കുറച്ച് കാശായിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ട് മഹാനുഭാവൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഈ കാസറ്റിൽ കേട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു 81 മുതൽക്ക് അല്ലെങ്കിൽ ഒരു 80 അതെ കുറച്ച് കാലം മുമ്പ് അദ്ദേഹത്തിന് അറിയാം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു ദിവസം അപ്പോൾ ഞങ്ങളൊരു 6-7 പ്രാവശ്യം ഈ പാലപ്പുറം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഒരു ദിവസം ഞാൻ പിന്നെ ഈ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇന്ന് എന്തായാലും നിർമ്മലാനന്ദഗിരി മഹാരാജാവിൻ്റെ കാല് തൊട്ട് തലയിൽ വയ്ക്കണം. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ പാദധൂളിയുടെ പ്രമാണം എന്താണ് എന്നുള്ളത്. സന്തോഷമായി അദ്ദേഹത്തിനും. അന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു പിന്നെ എന്താണ് പറയുക, ഇൻഡ്യൂഷൻ കിട്ടിയ കൂട്ടത്തിൽ ഞങ്ങളിരിക്കണ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലൊരു പൈപ്പ് ഉണ്ട്. അദ്ദേഹം കാല് രണ്ടും ഉരച്ച് കഴുകി, 2 കാലും ഉരച്ച് കഴുകി വന്നിരുന്നു. ഞാൻ വിടാനുള്ള ഭാവമില്ല. ഞാൻ നഖം കൊണ്ടൊന്ന് കാലുമ്പിലേ നഖം തള്ളവരിലോട്ട് എല്ലാ വിരലോട്ടും ഒന്നിങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കൂടുതലായി. അദ്ദേഹം ചീർച്ച വശം കിട്ടുപോയി. ഞാൻ മറക്കില്ലത്. അതാണ് ഓരോരുത്തരുടെ നിമിത്തങ്ങൾ, സ്നേഹം. അപ്പം ഞാനിത് ഇവിടെ പറയാണ്ട് പോയാൽ നിങ്ങൾക്കറിയില്ല അത്. പറഞ്ഞേ, വിശുദ്ധ ഭക്തിക്ക് അവലംബമാക നിമിത്തമീ ബാലമനോജ്ഞരൂപം എല്ലാ അവതാരത്തിലും ഇല്ല. നിറഞ്ഞരാ നിർഗുണ വസ്തുവേക്കാൾ
ശരിക്കും ഭഗവാൻ ആരാ? നിർഗുണ വസ്തുവേക്കാൾ മഹത്തമം സംശയമില്ല തെല്ലും. നിരാകാരത്തിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങ് സഗുണത്തിൽ വരെ കാരണം ഈ ഒരു മോഹന രൂപം കണ്ട് നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിറഞ്ഞൊരാ നിർഗുണ വസ്തുവേക്കാൾ മഹത്തമം സംശയമില്ലതെല്ലും. അരൂപനെന്നായാലും രൂപമില്ലാത്തവനാണെങ്കിലും അരൂപനെന്നായാലും ഈ അനന്തലോകത്തെ ഒട്ടാകെ അനുഗ്രഹിപ്പാൻ. എന്തിനാണ് ഈ വേഷം കെട്ടിയണത്? അനുഗ്രഹിക്കാൻ, സജ്ജനങ്ങളെ അനുഗ്രഹിക്കാൻ. അരൂപനെന്നാകിലും ഈ അനന്തലോകത്തെ ഒട്ടാകെ അനുഗ്രഹിപ്പാൻ അസംഖ്യ രൂപങ്ങളെയൊന്നു മിന്നി കളിക്കയാം നീ കരുണാഭയോധേ. അപ്പോൾ ഇവിടെ പണ്ടത്തെ നമ്പർ 132, ഇപ്പം അത് 139. കാരണം അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയതൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ വാർക്കൂന്തലിൽ പീലികൾ ചൂടി ഓമൽ തൃക്കൈയിലോടക്കുഴലാർന്ന ഈ വണ്ണം. ശ്രദ്ധിക്കുക, വാർക്കൂന്തലിൽ പീലികൾ ചൂടി ഓമൽ തൃക്കൈയിൽ ഓടക്കുഴലാർന്ന ഈ വണ്ണം പൊൻകിങ്ങിണി ചാർത്തുമണിഞ്ഞ രൂപം ഇതെന്നുമുള്ളിൽ വിളങ്ങിടേണം. അതാണ് എൻ്റെ ഉള്ളിൽ ഈ മോഹന രൂപം എന്നും വളങ്ങണം. നമ്മടി ശബ്ദത്തിൽ മേവും പൊരുളല്ല ഞങ്ങൾക്ക് ഉപാസ്യം ഈ വണ്ണം അലിഞ്ഞു മുന്നിൽ കുളിർക്കെ മിന്നും കമനീയ ഗോപകുമാരാ നിൻ കോമളപാദപത്മം. എടുത്താ പൊന്താത്ത വാക്കുകളാണ് ഇവിടെയും മിന്നും എന്നുള്ളതുണ്ട്, അതൊക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശബ്ദത്തിൽ മേവും പൊരുളല്ല ഞങ്ങൾക്ക് ഉപാസ്യം ഈ വണ്ണം അലിഞ്ഞു മുന്നിൽ കുളിർക്കെ മിന്നും കമനീയ ഗോപകുമാരാ നിൻ കോമളപാദപത്മം. ജഗത്തിലേവർക്കും ഇണങ്ങിടും മട്ട് ഏതേതു കാട്ടിൽ പടുപൂക്കൾ പോലും. ഏതേതു കാട്ടിൽ പടുപൂക്കൾ, പേരില്ലാത്ത പൂക്കള്, കാട്ടുപൂക്കള് കനിഞ്ഞു ചാർത്തിക്കളയാടിടും നിൻ കാരുണ്യമൂർത്തിയിൽ അവർണ്ണനീയം. വർണ്ണിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ജഗത്തിലേവർക്കും ഇണങ്ങിടും മട്ട ഏതേതു കാട്ടിൽ പടുപൂക്കൾ പോലും കനിഞ്ഞു ചാർത്തിക്കളിയാടിടും നിൻ കാരുണ്യമൂർത്തിയിൽ അവർണ്ണനീയം. പിന്നെ പറയണു ബ്രഹ്മാവു ഞാൻ പാരിതനീശനെന്നും മറ്റും നടിച്ചേൻ വെറുതെയാണെന്ന്. ബ്രഹ്മാവു ഞാൻ പാരിതനീശനെന്നും മറ്റും നടിച്ചേൻ വെറുതെ. ജഗത്തിൽ ഉണ്ണിക്കിടാവാലുളവായി രക്ഷയാർ നീടുവോനാണ് അടിയങ്ങളെന്നും. അതായത് ഈ ശിശുഭാവത്തെ എടുത്തിട്ടുള്ള ബാലകൃഷ്ണൻ്റെ ദാസന്മാരാണ് അടിയങ്ങൾ എന്നുള്ള വാക്ക്. മലയാളത്തിലത്തെ ഒരു പഴയ ഭാഷയാണ്. ചിലവർക്ക് അത് വലിയ മോശമായിട്ട് തോന്നും. എങ്ങനെ ഈ അടിയങ്ങൾ എന്ന് പറയാം ഈശ്വരനോട് പറയാം. പിന്നെ പണ്ട് ബ്രാഹ്മണരോട് അങ്ങനെ പറഞ്ഞിരുന്നു, അത് വേണം. കാരണം എന്താ? ഭഗവാൻ ബ്രാഹ്മണ ഭക്തനാണ്. എന്താ ഈ ബ്രാഹ്മണ ഭക്തൻ എന്ന് പറഞ്ഞാൽ? ബ്രാഹ്മണ്യം ഉള്ളവരിൽ ഭക്തൻ എന്നർത്ഥം. ആനപ്പുറത്ത് കയറുന്ന തിരുമേനിയോ അല്ലെങ്കിൽ പിന്നെ എന്താണെന്നാ പറയുക, പാചകക്കാരൻ തിരുമേനിയനല്ല ബ്രാഹ്മണൻ എന്ന് പറയാം. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉപനിഷത്തുകളും വേദങ്ങളും പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി അനുകമ്പയാർന്ന് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുക, അവരെയാണ് ബ്രാഹ്മണരെ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയാൻ കാരണം? കനിഞ്ഞു നീ കാട്ടിയോരോ മഹത്വമോർത്തിടുവാൻ പോലും ഇവന്നു വയ്യാം. അല്ല, അതിന് മുമ്പുള്ളത് തന്നെ നമുക്ക് ഒന്നുകൂടി പറയാം. ബ്രഹ്മാവു ഞാൻ പാരിതിനീശനെന്നും മറ്റും നടിച്ചേൻ വെറുതെ. ജഗത്തിൽ ഉണ്ണിക്കിടാവാൽ ഉളവായി രക്ഷയാർ നീടുവോനാണ് അടിയങ്ങളെന്നും. കനിഞ്ഞു നീ കാട്ടിയൊരാ മഹത്വം ഓർത്തിടുവാൻ പോലും ഇവന്നു വയ്യ. ഞാൻ എന്തോ ഒരു ദുർബുദ്ധി വരിക കാരണം അങ്ങയെ പരീക്ഷിച്ചു. അത് ഇനി ഓർക്കാൻ പോലും കൊള്ളില്ല, അത്രയും വേണ്ടാത്തതായിരുന്നു, ആവശ്യമില്ലാത്തതായിരുന്നു. ക്ഷമിക്കണം പൊന്നു തമ്പുരാനെ.
കനിഞ്ഞു നീ കാട്ടിയൊരാ മഹത്വമോർത്തിടുവാൻ പോലും ഇവന്നു വയ്യ. അങ്ങനൊന്നും ഒരു കുട്ടീനെ അങ്ങനെ സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതേ മുകിൽ ചേൽ ഒളി ഇതേ മുകിൽ ചേലൊളി പൂണ്ടു മുന്നിൽ മിന്നിടുക താനടിയൻ കൃതാർത്ഥൻ. ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് അങ്ങയുടെ ഈ കൊച്ചു തിരുവാത പത്മങ്ങൾ കാണാനും അങ്ങയുടെ ഈ ബാലവേഷം കാണാനും സാധിച്ചതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അചിന്ത്യമാണ് ഏവനും ഇന്നെനിക്ക് കാണിച്ചൊരു ലീലയുമെന്നിരിക്കെ. ശ്രദ്ധിക്കാം, അചിന്ത്യമാണ്, ചിന്തിക്കാൻ പറ്റില്ല. ഏവർക്കും ഇന്ന് എനിക്ക് കാണിച്ചൊരു ലീലയുമെന്നിരിക്കെ തെളിഞ്ഞിതേ മിന്നുമഖണ്ഡ സച്ചിൽ സ്വരൂപനാം നിൻ നിലയാർക്കു ചൊല്ലാം. എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ലീലയാടിയല്ലോ, ഞാൻ കൃതാർത്ഥനാന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു അനുഗ്രഹം വേറൊരാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അതാണ് ശരി. വത്സസ്തേയം എന്നുള്ളത് അചിന്ത്യമാണ് ഏവനും ഇന്നെനിക്ക് കാണിച്ചൊരു ലീലയുമെന്നിരിക്കെ തെളിഞ്ഞതേ മിന്നും അഖണ്ഡ സച്ചിൽ സ്വരൂപനാം നിന്നിലയാർക്കോ ചൊല്ലാം. ആർക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് പറയണു, ആമട്ടഴും മേന്മ അളന്നു നോക്കാൻ ഒരു പാരാമീറ്റർ ഇല്ല, ഒരു അളവുകോലില്ല. ഈ ഒരു വത്സസ്തേയം എന്നുള്ള കഥയുടെ അഗാധത, അതിൻ്റെ ഡെപ്ത് നോക്കുകയാണെങ്കിൽ ആമട്ടഴും മേന്മ അളന്നു നോക്കാൻ പണിപ്പെടാതെ ആശ്രിതർ നിൻ ഗുണങ്ങൾ കേട്ടോർത്ത് പാടിത്തെളിവാർന്നവർക്ക് അലഭ്യനാം നിന്നെ വശീകരിപ്പു. അലഭ്യനാം, ലഭിക്കാത്ത ആൾക്കാർക്ക് ലഭിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് ആമട്ടഴും മേന്മ അളന്നു നോക്കാൻ പണിപ്പെടാതെ ആശ്രിതർ, അങ്ങയെ ഭക്തി കൊണ്ട് ആശ്രയിച്ചിട്ടുള്ളവരെ നിൻ ഗുണങ്ങൾ കേട്ട് ഓർത്ത് പാടി തെളിവാർന്നവർക്ക് അലഭ്യനാം നിന്നെ വശീകരിപ്പു. നീലക്കുന്നിന്നാശ്രിതരെങ്ങുമെങ്ങും നീലക്കുനിന്നാശ്രിതരെങ്ങുമെങ്ങും നിലയ്ക്കു നിന്ന് നീല ഒന്നുമല്ല അവിടെ, ഞാൻ തെറ്റിപ്പോയി. നിലയ്ക്കു നിന്ന് നിലയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞെന്താ? ഭഗവാനെ പ്രഭുവായി കാണുക, നമ്മളെ ആശ്രിതരായിട്ട് കാണുക. ഭഗവാനെ പ്രഭുവായി കണ്ടാൽ നമ്മളെ അടിയങ്ങളാണ്, ദാസന്മാരാണ്. ആ നിലയ്ക്ക് മേലേക്ക് പോരുത്, അഹങ്കാരം വരരുതെന്നർത്ഥം. അപ്പോൾ നിലയ്ക്കു നിന്ന് ആശ്രിതരെങ്ങുമെങ്ങും പാടിയിടും ആ നിൻ ചരിതാമൃതത്തിൽ. അങ്ങയുടെ ചരിതം എന്താ? അമൃതാണ്. ഭഗവാന്റെ ഏത് കഥകളും തത്വശാസ്ത്രങ്ങളും എന്താ? വേദാന്തം അല്ലേ? അതെന്താ? ചരിതം അമൃതത്തിൽ, ചരിതാമൃതത്തിൽ ശരീരവാഗ്മനസ്സാകെ മുക്കി. ശരീരം, വാക്ക്, മനസ്സ് ആകെ മുക്കി. ഏതില്? അമൃതത്തില്. ശരീരവാഗ്മാനസമാകെ മുക്കി മിന്നിപ്പൂ നല്ലോറുകൾ മനുഷ്യജന്മം. എല്ലാ മനുഷ്യന്മാർക്കും കിട്ടാത്ത ഒരു പ്രതിഭാസമാണത്. അതായത് ഈ അവരവരുടെ വാക്ക്, കർമ്മം, മനസ്സാ വാച കർമ്മണ എല്ലാം അങ്ങയുടെ കഥാതത്വശാസ്ത്രങ്ങളിൽ മുക്കുക. എന്നാൽ അവർക്ക് എന്താണെന്നാണ് പറഞ്ഞത്? ശരീരമാനസമാകമൊക്കെ മിന്നിപ്പൂ നല്ലോറുകൾ മനുഷ്യജന്മം. നല്ലോറുകളുടെ മനുഷ്യജന്മം മാത്രമേ വിലപ്പെട്ടതാവുന്നുള്ളൂ, അല്ലാത്തതൊക്കെ നരകത്തിലേക്ക് തന്നെ പോകും. മുനീന്ദ്രരും മന്നിതിൽ മുക്തകണ്ഠം പുകഴ്ത്തിടും നിൻ ചരിതം മനോജ്ഞം. മുനീന്ദ്രരും മന്നിതിൽ, ഭൂമിയിലെ മുക്തകണ്ഠം പുകഴ്ത്തിടും നിൻ ചരിതം മനോജ്ഞം. ആദരിക്കാതറിവിൻ്റെ പേരിൽ, അറിവില്ലാത്തതിൻ്റെ പേരിൽ അത് ആദരിക്കുന്നില്ല. മയങ്ങി നിൽക്കും മനുജൻ ദയാർഹൻ, പേരിൽ മയങ്ങി നിൽക്കും മനുജൻ ദയാർഹൻ. അങ്ങനത്തെ ഉള്ളവരെ ദയയ്ക്ക് അർഹരാന്നാണ് പറഞ്ഞത്. പുകഴ്ത്തിടും നിൻ ചരിതൻ മനോജ്ഞം, അത് ആദരിക്കാതെ അറിവിൻ്റെ പേരിൽ മയങ്ങി നിൽക്കും മനുജൻ ദയാർഹൻ. മാൻ പേലുമാൻ നിർഗുണൻ, മാൻ പേലും
ആ നിർഗുണ മാൺപേലും ആ നിർഗുണം ആർക്കുമില്ല വാദം മഹത്തെന്നതിലെന്നുമെന്നാൽ തർക്കിക്കരുത്. ഈശ്വരീയ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തർക്കം പാടില്ല. ഭക്തിയുള്ളവർ തർക്കിക്കില്ല, വഴിമാറി നിൽക്കും. അപ്പോൾ മാൺപേലും ആ നിർഗുണം ആർക്കുമില്ല വാദം മഹത്തെന്നതിലെന്നുമെന്നാൽ ഉച്ചത്തിലും രമ്യത പഞ്ചമത്തിൽ പാടിയിടുകിൽ തന്നെ മനോജ്ഞമൂർത്തേ. അത് ഒരു സരിഗമപദയുടെ ഒരു സ്ഥായിയായിട്ട് അവസ്ഥയാണ്. പഞ്ചമം, ഷഡ്ജം എന്നൊക്കെ പറയും. അപ്പോൾ ഉച്ചത്തിലും രമ്യത പഞ്ചമത്തിൽ പാടിയിടുകിൽ തന്നെ മനോജ്ഞമൂർത്തേ. പേർ കേട്ട യോഗീശ്വരർ പോലും ആത്മജ്ഞാന പ്രകാശത്തിനു വേണ്ടി മന്നിൽ. എന്താ പറഞ്ഞത്? സഗുണമാണോ പറഞ്ഞത്? അല്ല, നിർഗുണം. പേർ കേട്ട യോഗീശ്വരർ പോലും ആത്മജ്ഞാന പ്രകാശത്തിനു വേണ്ടി മന്നിൽ, ഭൂമിയിൽ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്നതായ വാസുദേവ ചൈതന്യം അവരവരുടെ ഹൃദയഘോരത്തിലാണ് എന്നുള്ള അറിവാണ് പരമമായ അറിവ്. അല്ലാത്ത അറിവൊക്കെ ഇതിൻ്റെ ചോടയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംജ്ഞയ്ക്ക് തോർപ്പുട വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി മഹാമോശ. ഞാൻ ആരാന്ന് ഞാൻ പറയുന്നില്ല, അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രക്രിയയെ എല്ലാവരിലും എത്തിക്കാതെ കണ്ട് എല്ലാവരെയും മുമുക്ഷത്വത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കാതെ കണ്ട് സനാതനധർമ്മത്തിൻ്റെ നാരായവേരാണിത്. ഇത് മനസ്സിലാക്കാണ്ട് വെറും അനുകരണ ഭക്തി കൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്നുള്ള നിലയിൽ പെരുമാറുന്നവർ ആര് തന്നെയായാലും ശിക്ഷാർഹരാണ്. അവരെ ആരാ ശിക്ഷിക്കുന്നത്? ഈശ്വരൻ ശിക്ഷിക്കും, അത്രയേ ഉള്ളൂ. ഈശ്വരൻ ശിക്ഷിക്കാതെ ഇരിക്കില്ല. അതിന് എന്ത് ന്യായം നിരത്തിയാലും വില പോവില്ല. അപ്പം എന്താ ഇവിടെ പറഞ്ഞത്? പേർ കേട്ട യോഗീശ്വരർ പോലും ആത്മജ്ഞാന പ്രകാശത്തിനു വേണ്ടി മണ്ണിൽ ഇതേ മഹത്താകിയ ഭക്തിമാർഗം മണഞ്ഞുതാൻ നിർവൃതി പൂണ്ടു മുന്നം. പണ്ട് ഇങ്ങനെയാണ് നിർവൃതി പൂണ്ട് ഇതേ മഹത്താകിയ ഭക്തിമാർഗം. അനന്ത നിൻ പുണ്യകഥാമൃതം വിട്ട് ആത്മാനുഭൂതിക്കു പണിപ്പെടുന്നോൻ. നിൻ പുണ്യകഥാമൃതം വിട്ട് ശൂലം കയറ്റിയിട്ടും ശരീരത്തെ ഭേദിച്ചിട്ടും കാര്യമില്ലെന്നാ പറഞ്ഞതേ. അനന്ത, അന്തമില്ലാത്തവൻ, അറ്റമില്ലാത്തവൻ. നിൻ പുണ്യകഥാമൃതം വിട്ട് ആത്മാനുഭൂതിക്കു പണിപ്പെടുന്നോൻ. അരിക്കു വേണ്ടിയിട്ട് ഉമി കുത്തി ഒച്ച കേൾപ്പിച്ചു കൈവേദനയാർന്നിടുന്നോൻ. ഉമി കുത്തിയ അരി കിട്ടുമോ? നെല്ല് കുത്തിയാൽ അരി കിട്ടും, ആ ബാക്കി ആവണതാണ് ഉമി. ഉമി കുത്തി കൈവേദനിക്കാന്നല്ലാതെ കണ്ട് ഈശ്വരനാമങ്ങൾ ഉച്ചത്തിൽ അലറി വിളിച്ചതുകൊണ്ടായില്ല. അതിൻ്റെ സാങ്കേതികത, അതിൻ്റെ ഒരു ഭാവതലം, അതിൻ്റെ ഒരു മൃദുലത, അതിൻ്റെ ഒരു ഡെപ്ത്നെസ് മനസ്സിലാക്കാണ്ടേ പ്രശ്നമില്ലേ? അതുകൊണ്ടാണ് അരിക്കു വേണ്ടിയിട്ട് ഉമികുത്തി ഒച്ച കേൾപ്പിച്ചു കൈവേദനയാർന്നിടുന്നോൻ. നിൻ പുണ്യലീലാരസമാസ്വദിച്ചു മേൽപോട്ടുയരും മനുഷ്യൻ. കുറച്ചാളെ കിട്ടിയാൽ മതി. എന്തിനെ? നിൻ പുണ്യലീലാരസം ആസ്വദിച്ച്. ഇത്രന്നില്ല, എണ്ണത്തിലുള്ള വലുപ്പമല്ല. ഇത് എത്ര ആൾ രസിച്ചു. ഞാൻ സമ്പന്നൻ ആ കാര്യത്തിൽ കുറച്ചാൾക്കാർ മതി. ഒരാളെ സാധിപ്പിച്ചാലും ബേഷ് മതി, ധാരാളമായി. 100 വഴിതെറ്റിക്കുന്നതിന് എളുപ്പമല്ലേ ഒരാൾ ആസ്വദിച്ചു എന്ന് വന്നാൽ? അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നിൻ പുണ്യലീലാരസമാസ്വദിച്ചു മേൽപോട്ടുയരും മനുഷ്യൻ. മോക്ഷത്തിനും മോളിൽ മികച്ച ഭക്തി സാമ്രാജ്യമാർന്നേറെ വിളങ്ങിടുന്നു.
മോക്ഷത്തിനേക്കാൾ വലുതാണ് മികച്ച ഭക്തി സാമ്രാജ്യമാർന്ന് നാരദരെ പോലെ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കണം. മോക്ഷത്തിനും മോളിൽ മികച്ച ഭക്തി സാമ്രാജ്യമാർന്നേറെ വിളങ്ങിടുന്നു തത്വജ്ഞരാം നിർഗുണനാം. തത്വജ്ഞരെ, അതാണ് ആ വാക്കാണ് തത്വചിന്തകന്മാർ, വേദാന്ത വിജ്ഞാനികൾ. അപ്പോൾ തത്വജ്ഞർ ആ നിർഗുണനാം ഭവാനെ, അവിടെ കൂട്ടക്ഷര ഒന്ന് പകച്ചു ഞാൻ, പിന്നെ കിട്ടി. തത്വജ്ഞർ ആ നിർഗുണനാം ഭവാനെ ശുദ്ധാന്തരം. ഈ നിരാകാരത്തിലുള്ള ചൈതന്യത്തിനെ ആർക്കേ കിട്ടുള്ളൂ? ശുദ്ധാന്തരം, അന്തരം, അകം ശുദ്ധമായിട്ടുള്ളവർക്കേ കിട്ടൂ. ഇപ്പോൾ ഇന്ന് 30 ജൂലൈ 30, 2024. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഡേറ്റ് ഇന്ന് പറയാൻ കാരണം, ഈ ഒരു കാര്യം ആരെങ്കിലും 10-15 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ വിസ്മയപ്പെടാൻ പാടില്ല. ഇന്ന് ജൂലൈ 30, 2024 ഞാൻ വാട്സപ്പിൽ ഒരു നല്ലൊരു പയ്യൻ തകർത്തി പ്രഭാഷണം ചെയ്യാണ്. മനുഷ്യനായാൽ ഗുരുവായൂർ അമ്പലത്തിൽ രാത്രി ചക്രവർത്തി രൂപത്തിൽ ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളണു. അതായത് ഈ ശിവേലി വിഗ്രഹം കയറ്റിയാൽ കുറേ ജാസ്തി എന്താണെന്നാ പറയുക, ഒരു ചട്ടിയിൽ പുക കൊള്ളിക്കും ഭഗവാന്, കുറേ ചന്ദനത്തിരി എടുത്ത് ഒഴിയും. അതാണോ ഭക്തി? അല്ല, അത് ദൃശ്യം. അപ്പോൾ ഭഗവാൻ വേദത്തിൽ പറയുന്നുണ്ട്, എന്നെ അനുകരിക്കരുത്, അനുമോദിക്കൂ. അപ്പോൾ ഈ പഞ്ചോപചാര പൂജ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അവരവരുടെ ഹൃദയകമലത്തിലുള്ള ഭഗവാന്റെ പ്രതിബിംബമാണ് ആ വിഗ്രഹം എന്നാണ് അദ്ദേഹം പറയേണ്ടത്. ഏത് ചക്രവർത്തി ആയിക്കോട്ടെ, ശ്രീരാമ ചക്രവർത്തി ആയിക്കോട്ടെ, ശ്രീകൃഷ്ണ ചക്രവർത്തി ആയിക്കോട്ടെ. അപ്പോൾ പുറത്തുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അകത്തൊരു ചൈതന്യം വേണ്ടേ? ആ അകത്തുള്ള ചൈതന്യത്തിനെ അറിയാതെ കണ്ട് പുറത്തൊരു ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബാലിശല്ലേ? ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. പക്ഷേ അദ്ദേഹത്തിന് റീച്ച് ജാസ്തിയാണ്, ആയിരങ്ങളാണ്, ലക്ഷങ്ങളാണ്. ആയിക്കോട്ടെ, എനിക്കതിൽ പ്രശ്നമില്ല. കാരണം ഈ ഒരു മൂമെൻറ്റിൽ ഞാൻ സംതൃപ്തനാണ്. പിന്നെന്താ വേണ്ടത്? എൻ്റെ ഒരു ഭക്തി സാമ്രാജ്യം, അതായത് മോക്ഷത്തിനും മോളിൽ മികച്ച ഭക്തി സാമ്രാജ്യമാർന്നേറെ വിളങ്ങിടുന്നു. അത് മതി, എനിക്കത് മതി, പരമശൈലേ. അപ്പോൾ ആമട്ടെഴും എന്നെയും ഒന്നളപ്പാൻ മുതിർന്നൊരൻ മൂഢത എന്തു ചൊല്ലാം. കൃഷ്ണ, എനിക്കൊരു തെറ്റുപറ്റി. അങ്ങേക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിഷ്ണുവിൽ നിന്ന്, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ എല്ലാ പകിട്ടുമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്താന്നാണ് പറഞ്ഞത്. തത്വജ്ഞ അപ്പോൾ പറഞ്ഞു അനന്ത കല്യാണ ഗുണങ്ങൾ തിങ്ങും നിന്മേന്മയെണ്ണാനുള്ളതല്ല ഒരാൾക്കും. ഭഗവാന്റെ മേന്മ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആമട്ടെഴും എന്നെയും ഒന്നളപ്പാൻ മുതിർന്നൊരൻ മൂഢത എന്തു ചൊല്ലാം. എൻ്റെ അറിവില്ലാമേ ക്ഷമിക്കണേ. മിന്നാമിനുങ്ങാം ഇഹിരൻ്റെ മുന്നിൽ മിന്നിടുവാൻ ചെന്നു മിനക്കെടുമ്പോൾ. സൂര്യൻ്റെ മുമ്പിൽ പോയിട്ട് മിന്നാമിനുങ്ങ് തിളങ്ങിയാൽ അത് ആ തിളക്കം ആരും അറിയില്ല. അതേപോലെയായി ഇപ്പം എൻ്റെ കാര്യം. എനിക്ക് എന്തായാലും സന്തോഷമുണ്ട്, അങ്ങയുടെ ഈ ബാലരൂപം കാണാൻ സാധിച്ചല്ലോ. ആമട്ടെഴും നിന്നെയും ഒന്നളപ്പാൻ മുതിർന്നരൻ മൂഢത എന്തു ചൊല്ലാം. മിന്നാമിനുങ്ങാം മിഹിരൻ്റെ മുന്നിൽ മിന്നിടുവാൻ ചെന്നു മിനക്കെടുമ്പോൾ. രജോ ഗുണത്തള്ളൽ നിമിത്തം ഈ ഞാൻ ബ്രഹ്മാവ് പോന്നുള്ളവൻ നീ മതത്താൽ ഓർക്കാതെ ചെയ്തിടിന് തെറ്റലിഞ്ഞു പൊറുക്കണേ പാവന പുണ്യകീർത്തേ. എന്താ വാക്കുകളുടെ ഒരു രമ്യത!
രജോ ഗുണത്തള്ളൽ നിമിത്തം ഈ ഞാൻ ബ്രഹ്മാവ് പോന്നുള്ളവൻ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഞാനേ, പോന്നുള്ളവൻ ഈ മതത്താൽ. ഞാൻ ആദ്യം വായിച്ച് തെറ്റി, അതാ ഇത് കൂട്ടക്ഷര, അതുകൊണ്ടാണ്. അപ്പോൾ പോന്നുള്ളവൻ നിമിത്തം ഞാൻ ബ്രഹ്മാവ്, രജോ ഗുണത്തള്ളൽ നിമിത്തം പോന്നുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ രജോ ഗുണത്തള്ളൽ നിമിത്തം ഈ ഞാൻ ബ്രഹ്മാവ് പോന്നുള്ളവൻ ഈ മതത്താൽ ഓർക്കാതെ, ഒട്ടും ആലോചിച്ചില്ല ഞാൻ, ഓർക്കാതെ ചെയ്തിടിന തെറ്റ് അലിഞ്ഞ് പൊറുക്കണേ ഭഗവാനെ പാവന പുണ്യകീർത്തേ. ഞാനോ വെറും തുച്ഛൻ, ശ്രദ്ധിക്കുക, ഞാനോ വെറും തുച്ഛൻ, അനേക കോടി ബ്രഹ്മാണ്ടജാലങ്ങൾ ചമയ്ക്കുവോൻ നീ. ഞാനോ വെറും തുച്ഛൻ, അങ്ങോ അനേക ബ്രഹ്മാണ്ടജാലങ്ങൾ ചമയ്ക്കുവോൻ. ക്ഷമിക്കുവാൻ പോലും ഉണർത്തിടേണ്ടത് എമ്മട്ടിൽ അത്രയ്ക്കെഴും അൽപ്പനായോൻ. എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാൻ കൂടിയുള്ള വൈഭവം എനിക്കില്ല. അങ്ങ് അത്രയും ഉയരത്തിലാണ്, ഞാൻ അത്രയും തുച്ഛനാണ്. ആ ബ്രഹ്മാവിൻ്റെ ഒരു പാരാമീറ്റർ വെച്ചിട്ട് നമ്മളൊക്കെ എന്തൊക്കെയാണ് അഹങ്കരിക്കണത് അല്ലേ, ബ്രഹ്മശ്രീ അല്ലേ. ഞാനോ വെറും തുച്ഛൻ, അനേക കോടി ബ്രഹ്മാണ്ടജാലങ്ങൾ ചമയ്ക്കുവോൻ നീ. ക്ഷമിക്കുവാൻ പോലും ഉണർത്തിടേണ്ടത് എമ്മട്ടിൽ അത്രയ്ക്കെഴും അൽപ്പനായോൻ. അടുത്ത ശ്ലോകം. അല്ല ഞാൻ ചെയ്തത് കുറ്റമായേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മാപ്പ് അർഹിക്കാത്ത കുറ്റാണ്, അങ്ങക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. അല്ല ഞാൻ ചെയ്തത് കുറ്റമായേ. ജഗൽപിതാവ് ഓർക്കുകയില്ല തെല്ലും. വയറ്റിൽ മേവുന്ന കിടാവൊരൽപ്പം ചവിട്ടിയാൽ പോലും അതമ്മ പോലെ. അല്ലേ, ഞാനാരാ? അങ്ങയുടെ നാഭീപത്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള താമരയിൽ വസിക്കുന്നവൻ. ഞാൻ അറിയാതെ കൊണ്ടൊന്ന് ചവിട്ടിയാൽ വയറ്റിലെ കുഞ്ഞല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് ഉടയ തമ്പുരാനെ എനിക്ക് മാപ്പാകണേ. ആ ഒരു എന്താണ് പറയുക, ആ ഒരു ലാളിത്യം, ഇതിനേക്കാൾ ഭൂമിയേക്കാൾ നമുക്ക് താഴാൻ പറ്റുമോ? താഴണം. ആരുടെ മുമ്പിൽ? ഈശ്വരൻ്റെ മുമ്പിൽ. ആ ഈശ്വരൻ എന്താണെന്നാ പറയുക, നമ്മൾക്ക് വേണ്ട ഭക്തി സദാസമയം തന്ന് അനുഗ്രഹിക്കുമാറാകണേ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. കാരണം എടുത്താൽ പൊന്താത്ത കാര്യങ്ങളാണ്. പരമശൈലേ, ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.